ഏയ് ഇതെന്താന്ന് മോഡേൺ ഡ്രസ്സും അതിൽ വെച്ചൊരു പൊട്ടുവാ പാർട്ടി ഡ്രസ്സ് ഇട്ടിട്ട് അടാ അത് സത്യം പറഞ്ഞാൽ അത് വൃത്തിയാടാ അത് ചേരൂല കാര്യം പറഞ്ഞാൽ അത് ചേരുന്നില്ല സത്യം ചേരുന്നില്ല തീരെ ചേരുന്നില്ല കളഞ്ഞ ആ ഇപ്പൊ ഓക്കെ ഇപ്പൊ സെറ്റ് നീ പൊട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനാണ് കാര്യമുള്ള ഡ്രസ്സ് ഇടണം മനസ്സിലായി ആ എടാ ഞാൻ പറയട്ടെ ഞാൻ ഈജിപ്തിലേക്ക് പോകുമ്പോ LG HD LG ഇതെന്താ LG അത് ഇതെന്താന്ന് മണ്ടലിയാ ഇത് എവിടെന്ന് പെരിച്ചായാലും തല പുറത്തിട്ട് ഇത്ര സമയം ഇവിടെ കണ്ടിട്ടില്ല ഇവനോ ഇത്ര സമയം ഇവനെ കണ്ടില്ല ഞാൻ അറിഞ്ഞിട്ട് ഇതെന്താ മാളത്തുനിന്ന് മണ്ടലിയിലെ തല പുറത്തിടുന്ന പോലെ ആ ഫുഡ് ഇവൻ ഉണ്ടാക്കിയിട്ട് ഞാൻ ഫുഡ് പോകുന്നത് തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കുന്നത് ഇതിപ്പോ 2 ആഴ്ചയിൽ ഒന്നായി ചെറിയ കുട്ടിയൊന്നല്ല ഇവര് പലതും അത്ര ചെറുതൊന്നല്ല ഈജിപ്തിൽ 10 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും മിക്കവാറും ലേറ്റ് ആവും ചിലപ്പോ 2 ആഴ്ചയിലാവുന്ന പറയുന്നത് എനിക്ക് അങ്ങനെ കുറേ ദിവസം നിൽക്കാം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരാഴ്ച പോയിട്ട് വരണം എന്നാണ് എനിക്ക് ആഗ്രഹം പക്ഷെ അവര് പറയുന്നത് വെച്ചാൽ അങ്ങോട്ടേക്ക് പോവാൻ തന്നെ 2 ദിവസം ട്രാവൽ എടുക്കുന്ന പറയുന്നത് അപ്പൊ പിന്നെ 4 ദിവസം മൊത്തം ട്രാവൽ മാത്രമായി പിന്നെ അവിടെ പോയിട്ട് വന്നിട്ട് വരുമ്പോഴേക്ക് 10 ദിവസം 12 ദിവസം അങ്ങനെ പറയുന്നത് നോക്കാം 10 ദിവസം ഞാൻ മാക്സിമം കുറച്ചേ നിൽക്കും പിന്നെ എന്താ പരിപാടി എവിടെ പോന്നു ചുമ മാറിയിട്ടൊന്നുമില്ല ചുമ ഉണ്ട് ചുമ സീനാണ് എനിക്ക് മുത്തേ ഞാൻ കാര്യങ്ങളെ ഞാൻ രാവിലെ 7 മണിക്ക് ഞാൻ വീട് നോക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് അപ്പാർട്ട്മെന്റ് പുതിയ വീട് മാറിയെന്ന് ഇവിടുന്ന് ഒയ്യെന്ന് വേറെ സ്ഥലത്തേക്ക് പോയെന്ന് ഇവിടെ അടങ്ങാറെ നിനക്ക് ഇവിടുത്തെ അവസ്ഥ അറിയോ ഇവിടെ പിള്ളറില്ലേ മഴേന്റെ അല്ല ഇവിടെ ജനലിതാ ഇവൻ പറഞ്ഞു തരും ഇവിടുത്തെ അവസ്ഥ പറഞ്ഞു കൊടുക്ക് ജനലിന്റെ ആടെല്ലാം വെലിഞ്ഞ് പറയുന്നത് ഇത് കണ്ട ഈ ജനല് കണ്ട ഇവിടെ വന്നിട്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ നിൽക്കും അല്ല അപ്പുറത്ത് ഞാൻ തൂറാൻ പോകുമ്പോ എനിക്ക് പേടിയാണ് ഞാൻ തമാശ പറയുന്നല്ല ഞാൻ റൂമിൽ നമുക്ക് ഡ്രസ്സ് മാറാൻ വരെ കയറിയ ഇവരിങ്ങനെ വെലിഞ്ഞ് കയറി ഇതിന്റെ മുകളിലേക്ക് കയറാൻ പറ്റും മനസ്സിലാ പുള്ളർ ഇതിന്റെ മുകളിലേക്ക് കയറിയിട്ട് ക്യാമറ എടുത്തിട്ടാണ് ഇങ്ങനെ നിൽക്കും ഇങ്ങനെ അങ്ങനെ നിൽക്കും പിന്നെ ഇടക്കിടയ്ക്ക് വന്ന് ബെല്ലടിക്കുക ലൊക്കേഷനിലെ ലീക്കായി കുറച്ച് ചെറുതായിട്ട് ലീക്കായിട്ടേ അധികം കുറെ ആൾക്കൊന്നും അറിയാൻ ചെയ്യാം ആണോ ഒരു മിനിറ്റ് ആണോ ഞാൻ ഇപ്പൊ വരാ നീ എന്നിട്ട് എന്താ പരിപാടി എന്ത് ആണോ ഞാൻ മൊത്തം ടയേർഡാണ് ഞാൻ രാവിലെ 7 മണിക്ക് വീട് നോക്കാൻ ഇറങ്ങിയിട്ട് ഞാൻ കാര്യം അത് വേറെ പേഴ്സണൽ ഡിപ്രഷൻ കേസ് ആയാലും പോയി ആയാലും സെറ്റായി അതല്ല ഞാൻ രാവിലെ ഞാൻ എൻ്റെ സത്യം ഇന്നത്തെ എൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ ഫക്കിടപ്പാ ഞാൻ 7 മണിക്ക് വീട് നോക്കാൻ ഇറങ്ങിയിട്ട് 8 വീടാറ്റം ഞാൻ കണ്ട് 10ൻ്റെ അടുത്ത് വീടുകൾ ഞാൻ കണ്ട് ഒന്നും ഇഷ്ടപ്പെട്ടില്ല ലാസ്റ്റ് ഒരെണ്ണം ഇഷ്ടപ്പെട്ടു ലാസ്റ്റ് ഒരെണ്ണം ഇങ്ങനെ ഓക്കെ ആയിട്ടുണ്ട് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് നാളെ പോയിട്ട് ഇതാക്കും സെറ്റാക്കും സ്റ്റോറി നോക്കുന്ന സ്റ്റോറി എന്താ നീ എന്താ സ്റ്റോറി ഇട്ടേ ഡബിൾ റോൾ കാമക്കണ്ണെന്നാ ഞാൻ എന്താ ഡബിൾ റോൾ കാണിച്ചത് ശരിക്കും ഇവന്റെ ഒന്നിച്ച് നടക്കുമ്പോ പേടിയാ നിനക്ക് ഈ വീടെല്ലാം നോക്കാൻ പോകുമ്പോ ആൾക്കാർ നമുക്ക് വീട് തരുന്നില്ല ശരിക്കും കൊറേ ആള് പറഞ്ഞു ഇവ പെണ്ണിന് ചെറിയ പെണ്ണിനെ പോലെ ഉണ്ടെന്ന് കൊറേ ആൾക്കാർ പറഞ്ഞു എന്ത്
വേണ്ടേ ആ പതിനെട്ട് അവിടെ എത്തി. ആ പിന്നെ കേസ് അല്ലെങ്കിൽ തന്നെ എത്ര കേസാന്നറിയോ? ഞാനും മേഘം മാത്രം, ഇവനില്ല. ഇവരെ എയർപോർട്ടിലൊക്കെ കടത്തി ഓർക്കും. തിരിച്ചു വരുമ്പോ ഇതാക്കും. ഡൊണേഷൻ സ്റ്റോറി നോക്കട്ടെ. ആദ്യം ഞാൻ നിൽക്കുന്നത് ഓ മിക്കവാറും ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ട് ഇവൻ ഉടായ്പ സാധനം തോന്നി. ഇപ്പൊ കുറെ ആൾക്കാർ ഡൊണേഷൻ എന്നുള്ള ലെവലില് ഈ ഫേക്ക് ഇതല്ല QR കോഡെല്ലാം ഇട്ടിട്ട് സ്കാം പരിപാടി നടത്തണം. എനിക്ക് ഇവ ആരാന്ന് നോക്കട്ടെ ആദ്യം. എന്താ ജെന്യൂൻ ആണോ സംഭവം എല്ലാം നോക്കിയിട്ട് നമുക്ക് ഇതാക്കാം. കാരണം ഇവർ ലൈവിൽ ഇത് കാണിക്കാൻ വേണ്ടി അക്കൗണ്ട് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കുറേ ആൾക്കാർ വരും, മനസ്സിലാവും. ആദ്യം ഞാൻ നോക്കട്ടെ, ഞാൻ സ്ക്രീൻ ഐഡ് ചെയ്തിട്ട് ആദ്യം നോക്കട്ടെ എന്താ സംഭവം നോക്കട്ടെ, ജെന്യൂൻ ആണോ നോക്കട്ടെ. പിന്നെ നീ എന്താ പരിപാടി? എന്ത് ഫുഡെല്ലാം കഴിച്ചാ? സൂപ്പർ മാർക്കറ്റിൽ പോവാനാ നീ പാർട്ടി ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് ഇറങ്ങിന്? പിന്നെ ഔട്ട്ഫിറ്റ് കാണിക്കണ ഇവളെന്താണടാ ഇവളെ ഒരുമാതിരി ഒട്ട. തലശ്ശേരി ഈജിപ്തിന്റെ അടുത്താണ് അർമേനിയ. ഇവിടെ ഭയങ്കര ചൂടാ. ഞാൻ എങ്ങനെയോ വീട്ടിലെത്തുന്നേ. പിന്നെ സുഖമായിട്ടിരിക്കുന്നു. സത്യം പറഞ്ഞ കണ്ടലാണ് ഞങ്ങൾക്ക് തീരെ. സത്യം പറഞ്ഞാൽ ഫുൾ ടയേർഡാ. ലിറ്ററലി എൻ്റെ കണ്ണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ബാഗ് ആയിട്ട് ഇങ്ങനെ കണ്ണിന്റെ താഴെ ഇങ്ങനെ ബാഗ് ഇതായിട്ടുണ്ടോ. എൻ്റെ കണ്ണിങ്ങനെ മാഗ്നറ്റ് പോലെ ഇങ്ങനെ അടയുന്നുണ്ട്. സത്യം പറയാം രാവിലെ 7 മണിക്ക് തുടങ്ങിയിട്ട് ഇപ്പം രാത്രി 8 മണി 8:30 ഞാൻ തിരിച്ചെത്തിയത് വീട് നോക്കാൻ പോയിട്ട്. ഫുള്ള് വണ്ടി ഓടിച്ച് തളർന്ന് പണ്ടാറടങ്ങി പോയി ഞാൻ. ആദ്യം പുതിയ വണ്ടി വാങ്ങിയിട്ട് ഓടിച്ചിട്ട് ആദ്യമായിട്ട് ഞങ്ങൾക്ക് വണ്ടി ഓടിച്ചിട്ട് മടുക്കുന്നു. എനിക്ക് ഇതുവരെ മടുത്തില്ല. കാര്യം പറയില്ല, കൊച്ചിയിലെ ട്രാഫിക്കിൽ വണ്ടി ഓടിച്ചിട്ട് കാര്യം പറയില്ല. ഫോർച്യൂണർ ഓടിച്ചിട്ട് എനിക്ക് ഇന്ന് മടുത്ത്. സത്യം പറഞ്ഞില്ല, ഞാൻ ഇതുവരെ വിചാരിച്ചില്ല എനിക്ക് ഈ വണ്ടി ഓടിച്ചിട്ട് മടുക്കുമെന്ന്. ഇന്നത്തെ ദിവസം മൊത്തം 12 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് മടുത്തു പോയടാ. ഞാൻ കാര്യം പറയാലോ. മമ്മു മയിരിന് എന്താ തൂറാൻ മുട്ടുന്നുണ്ടോന്നാ? എന്താ നീ എന്തിങ്ങനെ നിക്കുന്ന പറയുന്ന പോലെ? എന്താ കെത്തില് ഫാഷൻ ആക്കാൻ വേണ്ടിട്ട് ഇട്ടാണ് സംഭവം. ഫാഷൻ ആണെന്ന് ഓന്റെ വിചാരം. സംഭവം ജസ്പി മാലയില്ലേ, നമ്മള് ദിക്കറ് കൊല്ലുന്ന മാലയില്ലേ ഇങ്ങനെ ഇതാക്കിട്ട്, അതാ സാധനം ഫാഷനാന്ന് വിചാരിച്ചിട്ട് ഇട്ടോ. പിന്നെ അടി ഇതെന്താ ഇത് ജസ്പി മാല. ചാറ്റിനടിച്ചോടെ ഇതെന്താ എല്ലിടുന്ന അടി. ഇത് നോക്ക്, ഇത് ജസ്ബി മാലയാടാ പൊട്ട. ഇത് ഫാഷൻ അല്ല. അടിച്ചു മാറ്റാനാ? എന്തിന്റെ വർക്ക്? ഏത് സിനിമ? പൊട്ടിയാ പടം? BGM ആടാ ഞാൻ ഇത് പുതിയ അപ്ഡേറ്റ് വന്നു. ഞാൻ പബ്ജി കളിക്കാൻ പോവാ. നീ പബ്ജി കയറ്റാൻ പറഞ്ഞ് കയറ്റിയാ നീ? VPN ആക്കും. മഡ്ഫിഷ് VPN വാങ്ങും. നീ ചോദിച്ച് മനസ്സിലാക്കിട്ട് പബ്ജി സെറ്റ് ആക്കും. ഓക്കെ, ഞാൻ പോയി കളിക്കട്ടെ. ബൈ, സിയോ, ബൈ.